my friend, India's friend, the President of the United States of America, Mr. Donald Trump. നമസ്കാരം സുഹൃത്തുക്കളെ, മോദി ഇവിടെ പറഞ്ഞതുപോലെ മോദിയുടെയും ഇന്ത്യയുടെയും ഫ്രണ്ടായ അമേരിക്കയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പിന്നിലുള്ള സത്യങ്ങൾ ദിനം പ്രതിയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിക്കും കൂട്ടർക്കും ഇത് വലിയ തലവേദനയായി ഇരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയി മോദി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ ട്രംപ് ഭീഷണിപ്പെടുത്തിയത് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ വളരെയേറെ വ്യത്യസ്തങ്ങളായ വസ്തുതകളാണ് വിശദമാക്കുന്നത്. അതുകൊണ്ട് മുഴുവനായി കാണാൻ മറക്കരുത്. ട്രംപിന്റെ വാക്കുകൾ കേൾക്കുന്നതിനു മുൻപ് അന്ധഭക്തന്മാരുടെ വിശ്വാസം എന്താണെന്ന് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇവിടെ അന്ധഭക്തന്മാരുടെ ഒരു മികച്ച ഉദാഹരണമായ തലയിൽ ആൾതാമസം ഒട്ടുമില്ലാത്ത ഇവൻ പറയുന്നത് കേട്ടുകൊള്ളൂ. गांधी परिवार ने करा क्या है इस देश में जो आज हम खड़े हैं? क्यों खड़े हैं? मोदी, बस मोदी की वजह से। हाँ, ऐसा क्या कर दिया मोदी जी ने? G20 होस्ट करा। बोलो ना, तुम कह रहे हो मोदी ने किया क्या है? अमेरिका क्या कहता था? क्या हो तुम? आज हम कहते तू क्या है बे? हमें 2014 से पहले हमारी फौज इंतजार करती थी। अरे सर मर रहे हैं और ऑर्डर दे दो हमें, मर रहे हम क्या करें? मरते रहो यार, सामने वाले हमारे लिए इम्पोर्टेंट है। आज तुम्हें जो करना कर लो भाई, बाकी मैं संभाल लूंगा। ये है मोदी, ये है मोदी. ഗാന്ധി കുടുംബം എന്താണ് ചെയ്തത്? ഈ രാജ്യത്ത് തീവ്രവാദ ആക്രമണം ഇല്ലാതാവാൻ കാരണം എന്താണ്? മോദി, മോദി, അതുമാത്രമാണ് കാരണം. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് മോദിയാണോ അതിന്റെ കാരണം എന്നാണ്. അതെ, മോദി. മോദി എന്ത് ചെയ്തിട്ടാണ് എന്ന് അപ്പോൾ പത്രപ്രവർത്തകൻ ചോദിക്കുകയാണ്. G20 നടത്തിയില്ലേ? ചുറ്റും നിൽക്കുന്നവർ അത് കേട്ട് ആർത്തട്ടഹസിച്ച് കൈയടിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുകയല്ലേ മോദി എന്താണ് ചെയ്തതെന്ന്? അമേരിക്ക എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നീ ആരാണ്? ഇന്ന് നമ്മൾ അമേരിക്കയോട് ചോദിക്കുകയാണ് നീ ആരാണ് എന്ന്. 2014 മുൻപ് നമ്മൾ ഇങ്ങനെ വളരെ കാത്തിരുന്നു. സാറേ, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഓർഡർ തരൂ, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് സാർ ചെയ്യേണ്ടത്? അപ്പോൾ അമേരിക്ക പറഞ്ഞത് നിങ്ങൾ മരിച്ചുകൊണ്ടിരുന്നോളൂ, അതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പാകിസ്ഥാനാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്തുകൊള്ളൂ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതാണ് മോദി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ വീഡിയോയുടെ അടിയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ 2 രൂപ കൂലി എഴുതുന്നവരുടെ വിവേകം എന്താണെന്ന് മനസ്സിലായല്ലോ. മുൻപ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ചത്താലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ്. ഇനി ട്രംപ് പറയുന്നത് കേൾക്കുമ്പോൾ വാസ്തവം എന്താണ് എന്ന് മനസ്സിലാകും. ശരിക്കും ട്രംപ് പറഞ്ഞത് കേട്ടാൽ സഹിക്കുകയില്ല. അതുപോലെയാണ് പാകിസ്ഥാനെ പുകഴ്ത്തി പറയുന്നതും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതും. Let me say a few words about the historic events that took place over the last few days. On Saturday, my administration helped broker a full and immediate ceasefire, I think a permanent one, between India and Pakistan, ending a dangerous conflict of two nations with lots of nuclear weapons. And they were going at it hot and heavy, and it was seemingly not going to stop. And I'm very proud to let you know that the leadership of India and Pakistan was unwavering, powerful, but unwavering in both cases, and having these. They really were, from the standpoint of having the strength and the wisdom and fortitude to fully know and to understand the gravity of the situation. And we helped a lot. And we helped also with trade. I said, come on, we're going to do a lot of trade with you guys. Let's stop it. Let's stop it. If you stop it, we're doing trade. If you don't stop it, we're not going to do any trade. People have never really used trade the way I used it. That I can tell you. And all of a sudden they said, I think we're going to stop. And they have. And they did it for a lot of reasons, but trade is a big one. We're going to do a lot of trade with Pakistan. We're going to do a lot of trade with India. We're negotiating with India right now. We're going to be soon negotiating with Pakistan. And we stopped the nuclear conflict. I think it could have been a bad nuclear war. Millions of people could have been killed. So I'm very proud of that. I also want to thank Vice President Vance and Secretary of State Rubio for their work and efforts. They worked very hard on that. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന
ചരിത്രപരമായ സംഭവങ്ങളെക്കുറിച്ച് കുറച്ചു വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശനിയാഴ്ച 10-ാം തീയതി എന്റെ ഭരണകൂടം പരിപൂർണമായതും ഉടനടി പ്രാബല്യത്തിൽ വന്നതുമായ വെടിനിർത്തൽ നടപ്പിലാക്കി. അത് ആണവശക്തികളായ രണ്ട് രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള വളരെ അപകടകരമായ യുദ്ധം ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥായിയായ വെടിനിർത്തൽ ആണ്. അവർ വളരെ ശക്തമായി ഉടനെയൊന്നും നിർത്താൻ സാധ്യതയില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതൃത്വം അചഞ്ചലവും ശക്തവുമാണ്. രണ്ട് രാജ്യങ്ങളുടെയും നേതൃത്വം അചഞ്ചലമാണ്. സാഹചര്യത്തിന്റെ അപകടാവസ്ഥ പൂർണ്ണമായി അറിയാനും മനസ്സിലാക്കാനുമുള്ള ശക്തിയും വിവേകവും ധൈര്യവും അവർക്കുണ്ട്. ഞങ്ങൾ വളരെയധികം സഹായിച്ചു. അതുപോലെ വ്യാപാരത്തിന്റെ കാര്യത്തിലും ഞങ്ങൾ സഹായിച്ചു. ഞാൻ പറഞ്ഞു, കമോൺ, നിങ്ങൾ രണ്ടുപേരുമായി ഞങ്ങൾ വളരെയധികം വ്യാപാരങ്ങൾ നടത്താൻ പോവുകയാണ്. പക്ഷേ ഗൈസ്, നമുക്ക് ഈ യുദ്ധം നിർത്താം. ലെറ്റ് us സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ ഇത് നിർത്തിയാൽ ഞങ്ങൾ വ്യാപാരം നടത്താം. നിങ്ങൾ ഈ സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുമായി യാതൊരു വ്യാപാരവും ഞങ്ങൾ നടത്തുകയില്ല. ഞാൻ ട്രേഡ് വിലപേശലിന് ഉപയോഗിച്ചതുപോലെ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല. അത് കേട്ടപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിർത്താൻ പോവുകയാണ്. വളരെയേറെ കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായത്. പക്ഷേ ട്രേഡാണ് ഏറ്റവും പ്രധാന കാരണം. ഞങ്ങൾ പാകിസ്ഥാനുമായി വളരെയേറെ വ്യാപാരം നടത്താൻ പോവുകയാണ്. ഞങ്ങൾ ഇന്ത്യയുമായും വളരെയേറെ വ്യാപാരം നടത്താൻ പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യയുമായി വ്യാപാര കരാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പാകിസ്ഥാനുമായും നെഗോഷിയേഷൻസ് ആരംഭിക്കും. ഞങ്ങൾ ആണവായുധ യുദ്ധം ഉണ്ടാകുന്നത് തടഞ്ഞു. ഇത് വളരെ മോശമായ ഒരു ആണവ യുദ്ധമായി മാറിയേനെ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവനാശം ഉണ്ടാകുമായിരുന്നു. അത് തടഞ്ഞതിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു. ഞാൻ അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും സെക്രട്ടറി മാർക്കോ റൂബിയോയെയും അവരുടെ ഇതിനുവേണ്ടിയുള്ള കഠിന പ്രയത്നത്തിൽ അഭിനന്ദിക്കുന്നു. ഈ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ വളരെയേറെ പ്രയത്നിച്ചു. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കണം. ചരിത്രത്തിൽ ആദ്യമായി ഒരു മൂന്നാം കക്ഷി കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടുക. അത് മാത്രവുമല്ല, തീവ്രവാദത്തിന്റെ വിളനിലമായ പാകിസ്ഥാന്റെ നേതൃത്വത്തെ വളരെ ശക്തമായതെന്നും വളരെ ബുദ്ധിയും വിവേകവും ഉള്ളവർ എന്നും കൂടി വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് തൊട്ടു മുൻപുള്ള ട്രംപിന്റെ ട്വീറ്റാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ അമേരിക്കയ്ക്ക് സഹായിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. രണ്ട് മികച്ച രാഷ്ട്രങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ പാകിസ്ഥാനെ ഇന്ത്യ പോലെ തന്നെ മികച്ച രാഷ്ട്രമായി ട്രംപ് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഏകപക്ഷീയമായി പറയുകയാണ്, നിങ്ങളുമായുള്ള വ്യാപാരം ഞാൻ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന്. ട്രംപ് ആണ് തീരുമാനിക്കുന്നത് ഇന്ത്യ അമേരിക്കയുമായി എത്ര വ്യാപാരം നടത്തണമെന്ന്. അതുപോലെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടു കൂട്ടരുമായി കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ തുടർന്നും ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന്. അതുപോലെ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും. തീവ്രവാദ രാജ്യമായ പാകിസ്ഥാനെ മികച്ച രാജ്യം എന്ന് വിളിക്കുകയും പാകിസ്ഥാന്റെ നേതൃത്വത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപ് പറയുക എന്ന് വെച്ചാൽ ഇന്ത്യയെ പോലെ തന്നെയാണ് പാകിസ്ഥാനോടും ട്രംപിനുള്ള കൂറ എന്ന് തുറന്നു വ്യക്തമാക്കുകയാണ്. ഇത് നമ്മുടെ നേതൃത്വത്തിന്റെ വലിയ പരാജയമാണെന്ന് നിസ്സംശയം പറയാം. ഇവിടെ അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ എറിക് ഡോഗർട്ടി പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണ് ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ നടപ്പിലാക്കാനുള്ള പരിശ്രമം നടത്തിയത്. ഇത് ശക്തിയുടെ ഉദാഹരണമാണ്. ഇതും പോരെങ്കിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ വെബ്സൈറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് കണ്ടോ? സെക്രട്ടറി മാർക്കോ റൂബിയോ നടത്തിയ പ്രസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ഇടനിലക്കാരൻ അമേരിക്കയാണ് എന്ന്. എന്തിനേറെ പറയുന്നു, മൊദാനിയുടെ NDTV പോലും ട്രംപ് ഈ പറഞ്ഞ വാക്കുകൾ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തിട്ടുണ്ട്. വ്യാപാരത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ ട്രംപ് നടപ്പിലാക്കിയത് എന്ന്. അതുപോലെ അമേരിക്കൻ മാധ്യമമായ CNN വന്ന ഈ വാർത്ത നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കണം. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇവർക്ക് കിട്ടിയ വിവരമനുസരിച്ച് പാകിസ്ഥാന്റെ ചെറുത്തുനിൽപ്പ് ഇന്ത്യയെ വളരെയേറെ ഭയപ്പെടുത്തി. അതുകൊണ്ടാണ് ഇരുവശവും സമാധാന ചർച്ച നടത്താൻ സീരിയസ് ആയി തയ്യാറായത് എന്ന്. തീവ്രവാദ രാജ്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇതിനെ തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിച്ചതിൽ
അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടും സൗദി അറേബ്യയോടും ഖത്തറിനോടും നന്ദി അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ദ ഹിന്ദു ഗ്രൂപ്പിന്റെ മാനേജിംഗ് എഡിറ്റർ എൻ റാം ഇതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കണ്ടുകൊള്ളൂ. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. എനിക്കിത് കേട്ടപ്പോൾ എന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ട്രംപ് പരസ്യമായി പറയുകയാണ്, ഒരു ആണവ യുദ്ധം ഞങ്ങൾ തടഞ്ഞു എന്ന്. അതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു എന്ന്. ഇന്ത്യയെ ഏറ്റവും അപമാനിക്കുന്ന പ്രസ്താവന ഇതിൽ നടത്തിയത് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ ആണ്. ട്രംപ് പറഞ്ഞത് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, പ്രായപൂർത്തിയായവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനാൽ ലോകം സുരക്ഷിതമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്ന്. അതായത് ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, കഴിവില്ല എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മകൻ. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലാകുന്നത് വെറും ഒരു കൊമേഡിയൻ ആയിരുന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വലിയ പൊക്കവും വണ്ണവും ഒന്നും ഇല്ലെങ്കിൽ പോലും 56 ഇഞ്ച് അല്ല 112 ഇഞ്ച് നെഞ്ചളവ് ഉള്ളവൻ ആയിരുന്നു എന്നാണ്. അമേരിക്കയിൽ എത്തിയപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തന്റെ ഭീഷണി എന്റെ അടുത്ത് വേണ്ട എന്ന് ശക്തമായി പറഞ്ഞ് തനിക്ക് പറയാനുള്ളത് തന്റെ അടുത്തോടെ ട്രംപിന്റെയും വാൻസിന്റെയും മുഖത്ത് നോക്കി പറയുന്നത് കേട്ടുകൊള്ളൂ. Your country is in big trouble. Can I Wait a answer? minute. No. Can You've I done a lot answer? of talking. Your country is in big trouble. I know. You're not I winning. know. You're not winning this. You have a damn good chance of we coming are out staying, okay because of Mr. us. President, we are staying in our country, staying strong from the very beginning of the war. We've been alone, and we are thankful. I said thanks You haven't in been this alone. cabinet, You and haven't not been only alone. in this cabinet. We gave you, through I this said stupid thank president, $350 billion. You voted we gave for you your military president. equipment, You and you voted men for are your brave, president. but they had to use our military. What about if, West if you didn't You have our invited military me. equipment, You invited if me you to didn't speak. have our ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്. ഫേക്ക് ന്യൂസുകളാൽ കെട്ടിപ്പൊക്കിയ ഇമേജ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. യഥാർത്ഥ ശക്തിയുള്ളവൻ റീലുകൾ ഉണ്ടാക്കി ഇല്ലാത്ത ഇമേജ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും സ്വയം വിശ്വഗുരു എന്ന് പറഞ്ഞ് നടക്കുകയുമല്ല ചെയ്യുന്നത്. മറിച്ച് വിഷമകരമായ സാഹചര്യങ്ങളിൽ ചങ്കൂറ്റത്തോടെ സംസാരിക്കുകയും കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി ചങ്കൂറ്റത്തോടെ നേരിടുകയും ആണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. താങ്ക് യു.